ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് 2 ദിവസത്തെ വീഡിയോ ചെയ്തുള്ളൊരു വീഡിയോ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾ അമ്മൻ്റെ ചേച്ചീനെ കാണാൻ പോവുകയാണ്, അതായത് എൻ്റെ വല്യമ്മനെ കാണാൻ പോകുന്നൊരു വീഡിയോ കേട്ടോ. അപ്പോൾ അമ്മ അവിടെ ഓലമിടുകയാണ്. ഇപ്പോൾ എന്താ പറയുക, ഏകദേശം ഒരു സമയം എന്ന് പറയുന്നത് 4:15 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ വല്യമ്മനെ കാണാൻ വേണ്ടി പോവുക കേട്ടോ. അപ്പോൾ അമ്മൻ്റെ നാട്ടിലേക്ക് കുറേ ആയി പോയിട്ട്, കാരണം അമ്മൻ്റെ ചേച്ചി അധികം ഇങ്ങോട്ട് വരാറുണ്ട് കേട്ടോ. അങ്ങനെ വല്യമ്മനെ കാണുമല്ലോ, വല്യമ്മ ഒറ്റക്കാണ് കേട്ടോ. അപ്പോൾ വല്യമ്മനെ അധികം നമ്മൾ കാണാറുണ്ട്, അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോകേണ്ട ഒരാവശ്യം വരാറില്ല. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ വല്യമ്മക്ക് കാലിന് പറ്റിയതിനെ കൊണ്ട് നമ്മൾ കുറേ ദിവസങ്ങളായിട്ടോ പറ്റിയിട്ട്, പക്ഷെ പോകാൻ കഴിയാത്തൊരവസ്ഥ വന്നതിനെ കൊണ്ടാണ് അപ്പോൾ ഞങ്ങളിതാ കാണാൻ പോവുക കേട്ടോ. അപ്പോൾ വല്യമ്മ ഇപ്പോൾ ഉള്ളത് ജോലി സ്ഥലത്താണ്. അപ്പോൾ അവിടെ തന്നെ പോയി നേരിട്ട് കാണാമെന്ന് വിചാരിച്ചു. ഇനി വല്യമ്മനെ സ്വന്തം വീട്ടിലേക്ക്, അതായത് അമ്മൻ്റെ വീട്ടിലേക്ക് കൊണ്ട് അടുത്ത് തന്നെ കേട്ടോ ജോലി സ്ഥലം. അതിനെക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കേണ്ട വിചാരിച്ച് ഞങ്ങൾ ജോലി സ്ഥലത്തേക്ക് നേരിട്ട് പോയതാട്ടോ. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ടുണ്ട്. വല്യമ്മൻ്റെ കാല് കട്ടോ കെട്ടിച്ച്, അങ്ങനെ വല്യമ്മനെ കണ്ട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു, ചായയൊക്കെ കുടിച്ചു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ തിരിച്ച് പോകുമ്പോൾ ഞങ്ങൾ അമ്മൻ്റെ വീടിൻ്റെ അടുത്തൂടെ കേട്ടോ പോയത്. ഇതാണ് വീട്. അപ്പം ഇത് വിൽക്കാൻ വേണ്ടി വെച്ചതാണ്, കുറേ ആയി വിൽക്കാൻ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോന്നു. തിരിച്ചു പോരുമ്പോൾ പിന്നെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് നേരെ കണഞ്ചേരി ജംഗ്ഷനിൽ കൂടി കേട്ടോ പോകുന്നത്. അപ്പോൾ കുട്ടേട്ടൻ ഒന്നുകൂടി വീടൊക്കെ ഒന്ന് കാണണം എന്ന് പറഞ്ഞതിനെ കൊണ്ടാണ് ഞങ്ങൾ അതിലൊന്ന് പോയത്. അപ്പോൾ അതാ നമ്മുടെ കല്ലായി റെയിൽവേ പാളം, അങ്ങനെ അതിലേക്ക് പാസ് ചെയ്ത് നമ്മളിതാ കോഴിക്കോട് ബീച്ചിൻ്റെ അടുത്തുകൂടിയാണ് ഒന്ന് തിരിച്ചു പോകുന്നത് കേട്ടോ. അവിടെ ഇറങ്ങുമൊന്നും ചെയ്തില്ല, കാരണം ഒരുപാട് നേരം വെക്കണ്ട വിചാരിച്ചിട്ട്. ഇത് വീട്ടിലെത്തിയിട്ട് ആദ്യം അച്ഛന് വേറെ 2-3 സ്ഥലത്തൊക്കെ പോകാണ്ട് കേട്ടോ, ജോലീൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടി നോക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ബീച്ചിൻ്റെ അടുത്തൂടെ പോകുന്നെങ്കിലും അവിടെ കയറണം എന്നൊക്കെ ഒരാഗ്രഹം തോന്നി, പക്ഷേ അല്ലാതെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതിനെ കൊണ്ട് പിന്നെ കൂടുതൽ നിർബന്ധിച്ചതൊന്നുമല്ല കേട്ടോ. ഞങ്ങൾ വേഗം തിരിച്ച് പോകുന്നുണ്ട്. ആദ്യമോ കുറേ ആകാംക്ഷയോടെ ഇങ്ങനെ പാർത്തൊക്കെ നോക്കിയിട്ടോ കടലിലേക്ക്, പക്ഷെ ഇറങ്ങിയില്ല. അത് കഴിഞ്ഞ് ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ കേട്ടോ. ആദ്യമോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി പർച്ചേസിൻ്റെ ചെറിയൊരു വീഡിയോ. അപ്പോൾ ഞങ്ങൾ ഒന്ന് നരിക്കുനി വരെ പോയി ഒന്ന് ജ്വല്ലറി കയറി ചെറിയൊരാവശ്യത്തിന് വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളിതാ ആദ്യമോന് ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്. അപ്പം ആദ്യമോനെ കുറേ ഞങ്ങൾ നോക്കി, അധികം നല്ല സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ് എടുത്തത്. ഒരു ബനിയനും ട്രൗസറും കേട്ടോ. പിന്നെ കുറച്ച് മസാല സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ആദ്യമോന് മുടി ഒന്ന് വെട്ടിക്കാൻ വിചാരിച്ചു കേട്ടോ. ആദ്യമോന് ഈ ചൂടാതിനെ കൊണ്ട് എന്തോ ഒരു അസ്വസ്ഥത കേട്ടോ, മുടി ഇങ്ങനെ വളർന്ന് നിൽക്കുന്നതിനെ കൊണ്ട്. അപ്പോൾ ഒന്ന് മുടി നന്നായി പറ്റിച്ചൊന്ന് വെട്ടിച്ചു കേട്ടോ. അപ്പോൾ അവൻ ആദ്യമൊന്നും സമ്മതിച്ചില്ല, പിന്നെ എങ്ങനെയൊക്കെയോ ഒന്ന് പറഞ്ഞ് സെറ്റാക്കി ഞങ്ങളത് ഒന്ന് ക്ലിയറാക്കി എടുത്തു കേട്ടോ. അതിന് അച്ഛൻ തന്നെ വേണം. അപ്പോൾ ആദ്യമോൻ അച്ഛൻ്റെ മടിയിൽ നിന്നാട്ടോ മുടി വെട്ടിയത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ.